പ്രൊഫസർ വി ടി രമ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ വി ടി രമ, താങ്കൾ ഈ പ്രസ്താവന കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു. സ്ത്രീയും പുരുഷനും തുല്യ അവകാശം ഇല്ല എന്നാണ് PMA സലാം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പറയുന്നത്. പിന്നെ എവിടെയാണ് തുല്യത ഉള്ളത്? ഭാരതത്തിൽ പോലും തുല്യത അവകാശപ്പെടുന്നുണ്ട്. പല രീതിയിലും നമ്മുടെ ഭരിക്കുന്ന പാർട്ടികൾ പോലും കൊടുക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഇതുപോലുള്ള മതാചാര്യന്മാർ പറയുന്ന ഒരു കാര്യം, പാർട്ടിക്കാർ പറയുന്ന ഒരു കാര്യം, ഈ ലോകത്ത് തന്നെ സ്ത്രീയും പുരുഷനും തുല്യമല്ല, അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളൊരു വിവാദ പ്രസ്താവനയാണ്. നമസ്തേ. എന്തായാലും നേരം വെളുക്കുമ്പോ വളരെ ശുഭകരമല്ലാത്ത ഒരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കാരണം ലോകത്ത് ഇത്രയും നാരോവായി സങ്കുചിതമായി ചിന്തിക്കാൻ കഴിയുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഉണ്ട് എന്നത് വളരെ വേദനാജനകമായ ഒരു വസ്തുതയാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ചവരാണ് നമ്മുടെ ആചാര്യന്മാരും പൂർവികരും. വ്യക്തിയെ വ്യക്തിയായി കാണാൻ പഠിപ്പിച്ചവരാണ്. ഇപ്പൊ സ്ത്രീയും പുരുഷനും രണ്ട് വ്യക്തികളാണ്. ഭാരതം പറയുന്നത് ആ രണ്ട് പൂർണ്ണ വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് ചേരുന്ന, അങ്ങനെ ഒന്നും ചേർന്നാൽ ഉമ്മിണി വലിയ ഒന്ന് എന്ന ഒരു സങ്കല്പമാണ് ഭാരതം തരുന്നത്. രണ്ട് വ്യക്തികളെ പൂർണ്ണ വ്യക്തികളായിട്ട് സ്ത്രീയും പുരുഷനെയും അംഗീകരിച്ചിട്ടുണ്ട്. ലോകത്തെ എല്ലായിടത്തും ഇപ്പോൾ സ്ത്രീക്കും പുരുഷനും ഈ വ്യക്തിത്വം അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് പൂർണ്ണ വ്യക്തികളായി സമൂഹത്തിൽ പരസ്പര പൂരകങ്ങളായി ജീവിക്കുമ്പോൾ ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല, ഒരാള് സബോർഡിനേറ്റ് ആണ് എന്നൊക്കെ ചിന്തിക്കുന്നത് തന്നെ സാമൂഹ്യ അപരാധമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഭാരതത്തിലാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് തന്നെ ഇതിനെ കാണുമ്പോൾ ഭാരതം സ്ത്രീക്ക് ഏറ്റവും അധികം സ്വാതന്ത്ര്യം കൊടുത്ത നാടാണ്. സ്ത്രീയുടെ വാക്കിന് വില വെച്ച നാടാണ്. ഭരണപരമായ കാര്യങ്ങളിലും ആധ്യാത്മികമായ കാര്യങ്ങളിലും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലൊക്കെ സ്ത്രീക്ക് തനതായ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ മുൻകാലത്ത് എപ്പോഴോ വൈദേശിക ആക്രമണത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ എവിടെയൊക്കെയോ സ്ത്രീക്ക് അന്തഃപുരത്തിലേക്ക് മറയേണ്ടി വന്നിട്ടുണ്ടാവാം. അതിന്റെ കാരണവും ഭാരതത്തിന്റെ സംസ്കാരമല്ല, വന്ന് കയറിയവരുടെ സാംസ്കാരിക നീചത്വമായിരുന്നു. അപ്പൊ എന്നും സ്ത്രീയെ ഉന്നതിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്ത്രീക്ക് പ്രാധാന്യം കൊടുത്തു. മുന്നിൽ നടപ്പവൻ ഞാൻ, അതിന് പിന്നാലെ വേണം ഭവാൻ എഴുന്നള്ളുവാനെന്ന് പറയാനുള്ള തന്റെ ഇടം സീതയ്ക്ക് കൊടുത്ത നാടാണ്. ദുഷ്യന്തന്റെ മുന്നിലിരുന്ന വ്യാസഭാരതത്തിലെ ശകുന്തള മുഖത്തു നോക്കി തന്റെ വ്യക്തിത്വം വിളിച്ചു പറയുമ്പോൾ അത് ദേവന്മാരടക്കം അംഗീകരിക്കുന്നതായിട്ട് ഐതിഹ്യം പറയുന്നുണ്ട്. രാജാവ് അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ വ്യക്തിത്വത്തോടെ എന്ത് കാര്യവും സ്വതന്ത്ര അഭിപ്രായം പോലും പറയാൻ സാഹചര്യവും അർഹതയും കിട്ടിയിട്ടുള്ള സ്ത്രീയുടെ ഈ ഭാരതത്തിൽ സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്ന് പറയുന്നതിന് യാതൊരു സാങ്കത്യവുമില്ല. ബയോളജിക്കൽ ആയിട്ടല്ല വ്യക്തികളെ കാണേണ്ടത്. ശാരീരികമായ ശേഷിയും അല്ലെങ്കിൽ ശേഷി കുറവും ഉദ്ദേശിച്ചല്ല കാണേണ്ടത്. സ്ത്രീ ഇല്ലെങ്കിൽ പ്രകൃതിയില്ല, സ്ത്രീ ഇല്ലെങ്കിൽ പുനർജനിയില്ല, സ്ത്രീ ഇല്ലെങ്കിൽ ഈ തുടർച്ച ജീവജാലങ്ങളുടെ തുടർച്ച പോലും സംഭവിക്കുന്നില്ല എന്നിരിക്കെ ഭാരതം സ്ത്രീക്ക് കൊടുത്തത് താഴ്ചയല്ല, മേൽക്കൈയാണ്. സമൂഹത്തിൽ ഇത്തിരിയെങ്കിലും മേൽക്കൈയാണ് കൊടുത്തിട്ടുള്ളത്. അത് ആദരവിന്റെ അംഗീകാരമാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് ഇന്നും ലോകം, ഭാരതത്തെ പോലും നോക്കിക്കൊണ്ട് ലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം കുറഞ്ഞെടുത്താണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളി തുടങ്ങിയത്. നമ്മുടെ നാട്ടില് സ്ത്രീയെ അംഗീകരിക്കുന്ന നാടായതുകൊണ്ട് ഈ നാട്ടിൽ ഒരു രാഷ്ട്രീയ സംഘടനയുടെ നേതാവ് ഇങ്ങനെ പറയുന്നതിനെ അപലപിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം മതേതര സംഘടന എന്നൊക്കെ അവകാശപ്പെടുന്നതാണ് മുസ്ലിം ലീഗ്. അതിന്റെ ഒരു നേതാവ് ഇങ്ങനെ പറയുമ്പോൾ ഭരണത്തിൽ പങ്കാളിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കയ്യേറി കഴിഞ്ഞാൽ ആ ഭരണത്തിൽ സ്ത്രീക്ക് എന്ത് പ്രതീക്ഷയാണ് കേരളത്തിൽ വെക്കാൻ പറ്റുക? ഞാനോട് ഒരു കാര്യം കൂടെ പറയാണ്. കാരണം ഈ പൊതുവിടങ്ങളിലേക്ക് സ്ത്രീകൾ ഇറങ്ങരുത് എന്നുള്ളൊരു പിന്തിരപ്പൻ നിലപാട് കൂടെയാണ് ഈ മുസ്ലിം ലീഗ്, ഈ PMA സലാം മുന്നോട്ട് വയ്ക്കുന്നത് കൂടി. അവിടെയാണ് തമാശ. നമുക്ക് ഈ താലിബാനിസം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ചിന്തിക്കാന്ന് പറയുമ്പോൾ ഒരുപാട് പഴഞ്ചൻ രീതിയിലേക്കാണ്. പുരുഷ സ്വാർത്ഥത എന്ന് പറയുന്നതിനെ അടിച്ചേൽപ്പിക്കുന്ന, സ്ത്രീയെ ഉപഭോഗ വസ്തുവായി കാണുന്ന ഒരു പഴഞ്ചൻ വൈദേശിക സംസ്കാരത്തെ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ തുണിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇവിടെ സ്ത്രീ പൊതുരംഗത്ത് ഈയിടെ ചർച്ചകൾ കേട്ടല്ലോ.
ഫൈസി കൊടുത്തായി അദ്ദേഹമൊക്കെ പറയുന്നത് കേട്ട് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വ്യായാമം ചെയ്യാൻ പാടില്ല, സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ മേൽ പോലും കൈ കടത്തുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിൽ പുരുഷൻ കൈ കടത്തി കഴിയുമ്പോഴാണ് ഇവിടെ വിഭാഗീയത, സ്ത്രീ പുരുഷ വിഭാഗീയത ഉണ്ടാകുന്നത്. ആ വിഭാഗീയത ഉള്ളിടത്തോളം കാലം ഒരു രാഷ്ട്രത്തിന് മുന്നേറാൻ പറ്റില്ല. കാരണം സമൂഹത്തിന് സ്ത്രീയും പുരുഷനും ഒരുപോലെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ പൊതുവിടങ്ങളിൽ ഇറങ്ങുക. അതുകൊണ്ടാണല്ലോ നരേന്ദ്രമോദി ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്, ഇപ്പോ 50% ഈ നമ്മുടെ ലോക്കൽ ബോഡിയിലേക്ക് എത്തിക്കുന്നു, 33% സംവരണം മറ്റിടത്തൊക്കെ തരുന്നു, സ്ത്രീക്ക് പ്രത്യേകമായ പദ്ധതികൾ വരെ തരുന്നത് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് വ്യക്തിത്വത്തെ അംഗീകരിക്കാനും ആദരിക്കാനുമാണ്. സ്ത്രീക്ക് പ്രത്യേകത കൊടുക്കണം. സ്ത്രീയുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്ന നാടാണ് ഭാരതം. ആ സ്ത്രീ ഇവിടെ പൊതുവിടങ്ങളിലേക്ക് ഇറങ്ങണ്ട എന്ന് പറഞ്ഞാൽ അത് വളരെ സങ്കുചിതമായ താലിബാനിസമാണ്. അവിടെ കേൾക്കാറില്ലേ, അഫ്ഗാനിസ്ഥാനിലോ എവിടെയെങ്ങാണ്ടൊക്കെ നമ്മൾ കേട്ടില്ലേ, സ്ത്രീകൾ പഠിക്കാൻ പാടില്ല, സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. യമനിലോ ഇറാനിലോ എവിടെയെങ്ങാണ്ടോ 9 വയസ്സിൽ കുട്ടികളെ കല്യാണം കഴിക്കാന്ന് പറയുന്നു. 8 വയസ്സായ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഒരു 40കാരൻ കല്യാണം കഴിച്ച് ആ കുട്ടി മരിച്ച കഥ വരെ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ കാണുന്നുണ്ട്. അപ്പൊ സ്ത്രീക്ക് ഇങ്ങനെ സ്ത്രീയെ ഉപഭോഗ വസ്തുവായി കണ്ട് പുറത്തിറങ്ങരുത്, സമൂഹത്തിൽ ഇടപെടരുത് എന്ന് പറയുമ്പോൾ സമൂഹം ഒരു പുരുഷന്റെ കുത്തകയല്ല. ഇവിടെ വൃത്തികെട്ട സ്ത്രീ സ്വാതന്ത്ര്യ ചിന്തകൾ ഉണ്ടാക്കുന്നത് ഇത്തരം വ്യക്തികളാണ്. സ്ത്രീയെ അംഗീകരിക്കാത്തവരാണ്, സ്ത്രീയെ ആദരിക്കാത്തവരാണ്. സ്ത്രീയെ ആദരിക്കുന്നവർ സ്ത്രീയുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കും. സ്ത്രീയെ കൈപിടിച്ച് സമൂഹത്തിന്റെ ദേശീയ ധാരയിലേക്ക്, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ടത്. അപ്പോഴേ അവൻ സമൂഹത്തിന്റെ പ്രതിനിധിയാവുന്നുള്ളൂ, അപ്പോഴേ അവൻ രാഷ്ട്രം ഭരിക്കാനുള്ള പാർട്ടിയുടെ പ്രതിനിധിയാവുന്നുള്ളൂ. അത് മറക്കുന്നിടത്തോളം കാലം പ്രിയപ്പെട്ടവരെ, ഭാരതം അപകടകരമായ ഒരു ഭാവിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത്തരം വ്യക്തികളാണ് ഭാരതത്തിൽ ഈ വർഗീയ ചിന്തകള്, വിഭാഗീയ ചിന്തകൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ യൂണിഫോം സിവിൽ കോഡിനെതിരെയുള്ള ഒരു ചൂണ്ടുപലക കൂടിയായിട്ട് ഇത് വരികയാണ്. മുത്തലാഖ് നിരോധിച്ച ഗവൺമെന്റാണ്, സ്ത്രീക്ക് ആദരവ് കൊടുത്ത, സ്ത്രീയെ അംഗീകരിച്ച ഗവൺമെന്റാണ്. അവിടെയാണ് സ്ത്രീ പൊതുവിടങ്ങളിലേക്ക് വരരുത് എന്ന് പറയുമ്പോൾ സ്വന്തമായി വേദന ഒരു ജുഡീഷ്യറിയോട് പങ്കിടാൻ പോലുമുള്ള സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് ഇവിടെ ഹനിക്കപ്പെടുന്നത്. സ്വന്തമായി 2 അക്ഷരം പഠിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്, സ്വന്തമായി കല പരിപോഷിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നിഷേധിക്കപ്പെടുന്നത്. സ്വന്തമായി പൊതുവേദിയിൽ പ്രകടനങ്ങൾ, അവനവന്റെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യമാണ് നിഷേധിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു വിഭാഗം 50% വരുന്ന സഹജീവികളെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് ഈ നാടിന്റെ വികസനത്തിനും പുരോഗമനത്തിനും സംസ്കാരത്തിനും അഹിതകരമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വേദനാജനകം മാത്രമല്ല, അപകടകരമായ ഒരു പ്രസ്താവനയാണ് ശ്രീ സലാമിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്ന് ഖേദപൂർവം പ്രതിഷേധത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ശരി, വളരെ നന്ദി ശ്രീ വി ടി രമ.